വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിൽ പ്രതി അഫാന്റെ പുതിയ മൊഴി പുറത്ത്. മാതാവ് ഷെമിയുടെ കഴുത്തിൽ ഷാൾ മുറുക്കിയപ്പോൾ മരിച്ചെന്ന് കരുതിയാണ് പാങ്ങാടുത്തി പിതൃമാതാവിനെ കൊലപ്പെടുത്തിയത്. തിരികെ എത്തിയപ്പോൾ ഷെമിയെ ജീവനോടെ കണ്ടു. അപ്പോൾ തന്നെ ചുറ്റിക കൊണ്ട് തലക്കടിച്ചുവെന്നാണ് അഫാന്റെ മൊഴി. അതേസമയം ചുറ്റിക വാങ്ങിയ കടയിലടക്കം പ്രതിയെ എത്തിച്ച് അന്വേഷണ സംഘം തെളിവെടുപ്പ് പൂർത്തിയാക്കി. ചുറ്റിക ഉപയോഗിച്ച് മാതാവ് ഷെമിയെയാണ് ആദ്യം അഫാൻ ആക്രമിച്ചതെന്നായിരുന്നു പോലീസ് കരുതിയിരുന്നത്. എന്നാൽ പാങ്ങോട് പോലീസിന് കസ്റ്റഡിയിൽ നൽകിയ മൊഴിയിലാണ് പുതിയ വിവരങ്ങൾ. ഉച്ചയ്ക്ക് 12 മണിക്ക് ശേഷമാണ് മാതാവ് ഷെമിയുമായി താൻ വഴക്കിട്ടതെന്ന് അഫാൻ പോലീസിനോട് പറഞ്ഞു. തുടർന്ന് ഷെമിയുടെ കഴുത്തിൽ ഷാൾ മുറുക്കി ശ്വാസം മുട്ടിച്ചു. മരിച്ചെന്ന് കരുതി വാതിൽ പൊട്ടി വെഞ്ഞാറമൂട് ജംഗ്ഷനിലേക്ക് പോയി. കൂട്ടുകാരിൽ നിന്നും 1400 രൂപ കടം വാങ്ങിയ ശേഷം ചുറ്റിക വാങ്ങി. ശേഷം നേരെ പിതൃമാതാവ് സൽമ ബീവിയെ കൊലപ്പെടുത്തി തിരികെ വീട്ടിലെത്തി. ഈ സമയം ഷെമി കരയുന്നതാണ് കണ്ടത്. ഉടൻ ചുറ്റികയെടുത്ത് മാതാവിന്റെ തലക്കടിക്കുകയായിരുന്നുവെന്നാണ് അഫാന്റെ മൊഴി. ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതിയെ കസ്റ്റഡിയിലെടുത്തു. പ്രതിയായിട്ട് തെളിവെടുക്കേണ്ട സ്ഥലങ്ങളിലെല്ലാം പ്രതിയെ കൊണ്ടുപോയി. ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള തെളിവുകളെല്ലാം നമ്മൾ ശേഖരിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. ഇന്ന് ഈ പ്രതിയെ വീണ്ടും കോടതിയിൽ ഹാജരാക്കും. വെഞ്ഞാറമൂട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള 2 കേസുകളിലേക്ക് കൂടി ഈ പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് ബാക്കി അന്വേഷണം നടത്തേണ്ടതായിട്ടുണ്ട്. അതേസമയം പിതൃമാതാവിനെ കൊന്ന കേസിൽ തെളിവെടുപ്പ് പൂർത്തിയാക്കി. ഇന്ന് രാവിലെ ചുറ്റിക വാങ്ങിയ കടയിലായിരുന്നു ആദ്യ തെളിവെടുപ്പ്. കടയുടമയും ജീവനക്കാരും പ്രതിയെ തിരിച്ചറിഞ്ഞു. ഇതിനുശേഷം മാല പണയം വെച്ച സ്വകാര്യ സ്ഥാപനത്തിലും എത്തിച്ചു. അഫാൻ തന്നെയാണ് ഇവിടെയും വന്നതെന്ന് ജീവനക്കാർ പോലീസിനോട് പറഞ്ഞു. പണമയച്ച ദേശസാൽകൃത ബാങ്കിന്റെ CDM കേന്ദ്രത്തിലും പ്രതിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. കസ്റ്റഡി കാലാവധി കഴിയുന്നതോടെ വൈകിട്ട് അഫാനെ കോടതിയിൽ ഹാജരാക്കും. മറ്റു കേസുകളിൽ കസ്റ്റഡി ആവശ്യപ്പെട്ട് വെഞ്ഞാറമൂട് പോലീസ് തിങ്കളാഴ്ച കോടതിയിൽ അപേക്ഷ നൽകും. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.